ഹലോ ഫ്രണ്ട്സ്, ഞാനുള്ളത് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സീപോർട്ട് വിഴിഞ്ഞം ടെർമിനൽ. നമ്മുടെ പോർട്ടിൻ്റെ കോഡ് മാറിയതുപോലെ പോർട്ടിൻ്റെ പേര് മാറും എന്ന പ്രതീക്ഷയിൽ നിലവിലെ പേരായ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പോർട്ടിലെ STS ക്രെയിനുകളും യാർഡ് ക്രെയിനുകളും യാർഡ് പോർഷനിലെ കണ്ടെയ്നറുകളും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. വളരെ ചുരുങ്ങിയ കാലയളവിൽ 3.5 lakhs TEU കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് എന്ന നേട്ടം കൈവരിച്ച് ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ നമ്മുടെ പോർട്ടിന്റെ തൊട്ടടുത്ത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ബിറ്റുമിൻ നിറച്ച ടാങ്കർ കപ്പൽ, അതായത് ന്യൂസിലൻഡിന്റെ അധീനതയിലുള്ള കുക്ക് ദ്വീപിലെ വലിയൊരു ടാങ്കർ കപ്പലാണത്. നമുക്ക് പോകാം ആ കപ്പലിന്റെ ഡീറ്റെയിലേക്ക്. ഫ്രണ്ട്സ്, ഇന്നേ വരെയായിട്ട് നമ്മുടെ പോർട്ടിനകത്ത് പ്രവേശിക്കുകയോ പോർട്ടിൻ്റെ പുറത്ത് എമർജൻസിക്ക് പോലും വരാത്ത ഒരു ടാങ്കർ കപ്പലാണെന്ന് തോന്നുന്നു. കാരണം പലപ്പോഴും എമർജൻസിക്ക് പല കപ്പലും നമ്മുടെ പോർട്ടിൻ്റെ സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു കപ്പൽ ഇതാദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം നമ്മുടെ പോർട്ടിൻ്റെ സൈഡിലൂടെ ധാരാളം കപ്പൽ കടന്നു പോകുന്നുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം 10 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇൻ്റർനാഷണൽ കപ്പൽ ചാലുള്ളത്, അല്ലെങ്കിൽ ഷിപ്പിംഗ് റൂട്ടുള്ളത്. അതിനാൽ ധാരാളം കപ്പൽ കടന്നു പോകുന്നുണ്ടെങ്കിലും അത് നമുക്ക് ഈ പറയുന്ന ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയറിലൂടെ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. പക്ഷേ ആദ്യമായിട്ടാണ് ഒരാഴ്ചയോളം നമ്മുടെ പോർട്ടിൻ്റെ സൈഡിൽ ഈ കപ്പൽ ഉണ്ടായിരുന്നു. അതായത് ഈ ബിറ്റുമിൻ എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഫോമിലുള്ള ഒരു മെറ്റീരിയലാണ് ഇതിൽ സൂക്ഷിക്കുന്നത്. അതൊരു പ്രത്യേക ടെമ്പറേച്ചറിൽ മാത്രമേ സൂക്ഷിക്കാനായി സാധിക്കുള്ളൂ. അതാണ് ഈ കപ്പൽ നിറയുള്ളത്. അത് എത്രത്തോളം പ്രത്യേകതയുള്ള ഷിപ്പാണ്. ഇത് ഇന്ത്യക്ക് പുറത്തുള്ള ഷിപ്പാണ്, ഇന്ത്യക്ക് അകത്തുള്ള ഷിപ്പല്ല. അതായത് ഒരു ക്യുക്ക് ദ്വീപിലെ ഷിപ്പാണത്. അത് ക്യുക്ക് ദ്വീപ് എന്ന് പറയുമ്പോൾ പസഫിക്കിൻ്റെ തെക്ക് ഭാഗത്തുള്ള പാർലമെൻ്ററി ജനാധിപത്യ രാജ്യം, അതായത് ന്യൂസിലൻഡിൻ്റെ സ്വതന്ത്ര സഹകരണത്തോടെ നിൽക്കുന്ന ഒരു രാജ്യത്തിലെ കപ്പലാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. ഈ കപ്പലിൻ്റെ പേര് യാങ് ലോങ് വാൻ എന്നാണ് കപ്പലിൻ്റെ പേര്. കപ്പലിന് ഏകദേശം 106.8 മീറ്ററാണ് ലെന്ത് ഉള്ളത്. 17.6 മീറ്ററാണ് ഷിപ്പിൻ്റെ ബീം അല്ലെങ്കിൽ വീതി എന്ന് പറയുന്നത്. 6 മീറ്ററാണ് ഷിപ്പിൻ്റെ ഡെപ്ത്. മാക്സിമം ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 6.5 മീറ്ററും നിലവിലെ ഡ്രാഫ്റ്റ് 5.2 മീറ്ററാണ്. അത് മാക്സിമം ഡ്രാഫ്റ്റ് തന്നെയാണ്. മാക്സിമം ഡ്രാഫ്റ്റിൻ്റെ അടുത്ത് തന്നെയാണ് ഷിപ്പ് ലോഡുമായിട്ടുള്ളത്. ഏകദേശം 13.5 നോട്ടിക്കൽ മൈൽ സ്പീഡിലാണ് ഈ ഷിപ്പിന് സഞ്ചരിക്കാനായി സാധിക്കും. കാരണം ലിക്വിഡ് ഫോമിലെ ഈ മെറ്റീരിയൽ ആയതിനാൽ വളരെ ഫാസ്റ്റായിട്ട് കണ്ടെയ്നർ ഷിപ്പ് മൂവ്മെൻറ്റ് നടത്തും പോലെ ഈ ഷിപ്പിന് മൂവ് ചെയ്യാനായി സാധിക്കില്ല. ഒരു നിശ്ചിത സ്പീഡിലായിരിക്കും ഇത് സഞ്ചരിക്കാനായി സാധിക്കുന്നത്. എന്തോ കംപ്ലയിൻറ്റ് കാണുമായിരിക്കും. കാരണം എനിക്ക് തോന്നുന്നു ഫ്യൂൽ പമ്പിൻ്റെ എന്തോ കംപ്ലയിൻ്റ് ആയിരിക്കും. കറക്റ്റായിട്ട് ഇത് കിട്ടിയിട്ടില്ല. എന്താണ് ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് അറിയാൻ നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു കപ്പലിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കാരണം ഒരാഴ്ചയായിട്ട് ഈ കപ്പലുണ്ട്, നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പോർട്ടിനകത്ത് പ്രവേശിക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ ആരെങ്കിലും ഓർഡർ ചെയ്തിട്ടാണോ എന്നൊന്നും നമുക്കറിയില്ല. ഷാർജയിലേക്ക് പോകുന്ന കപ്പലാണ് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ പറയുന്ന യാങ് ലോങ് വാങ് എന്ന് പറയുന്ന കപ്പൽ. ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ടാങ്കർ കപ്പലാണെന്ന് നമുക്കറിയാം. നിലവിൽ അത് മാത്രമല്ല, ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇതിൽ ഈ ടാങ്കറിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന മെറ്റീരിയൽ ബിറ്റുമിൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് സൂക്ഷിക്കുന്നത്. ഒരു ഹെവി ടെമ്പറേച്ചറിൽ, അത് വലിയൊരു ടെമ്പറേച്ചറിലാണ് ഈ മെറ്റീരിയൽ സൂക്ഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു ടാർ പോലത്തെ ഒരു മെറ്റീരിയലാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മൾ ടാർ അറിയാമല്ലോ, നല്ലൊരു ടെമ്പറേച്ചറിൽ സൂക്ഷിച്ചാൽ മാത്രമേ അത് കൊണ്ടുപോകാനായി സാധിക്കുള്ളൂ, അല്ലെങ്കിൽ കട്ടിയായി പോകും. ആ ഒരു ടെമ്പറേച്ചറിലും അതേ ഒരു ടാങ്കർ സ്പെസിഫിക്കലാണ് ഈ ഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്തുള്ള ടാങ്കെല്ലാം അതേ രൂപത്തിൽ അത്രയും ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇത് ഉപയോഗിക്കുന്ന എനിക്ക് തോന്നുന്നു വിമാനത്താവളങ്ങൾക്ക് പ്രത്യേക റോഡുകൾ നിർമ്മിക്കുന്നതിനും അല്ലെങ്കിൽ നല്ലൊരു ഗ്രിപ്പ് കിട്ടുന്ന അല്ലെങ്കിൽ നല്ലൊരു ഫ്രിക്ഷൻ കിട്ടുന്ന റോഡിന് വേണ്ടിയായിരിക്കും ഈ മെറ്റീരിയൽ ഉപയോഗിക്കുക. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. തീർച്ചയായിട്ടും ഇത് അറിയാമെന്നുള്ളൊരു കമൻറ്റായിട്ട് ഇടുക. അപ്പോൾ നമുക്ക് കൂടുതൽ പേർക്ക് അത് എത്തിക്കാനായി സാധിക്കും. ഫ്രണ്ട്സ്, ഈ കാണുന്ന വിഷ്വൽ നമ്മളെ ഈ ജുമാ മസ്ജിദ് സൈഡിൽ നിന്നുള്ള വിഷ്വലാണ്. നമ്മുടെ വിഴിഞ്ഞം ജുമാ മസ്ജിദ് സൈഡിൽ ഈ ബുള്ളറ്റ് പ്രൂഫ് ടെസ്റ്റൊക്കെ നടക്കുന്ന സ്ഥലം നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മൾ അവിടെ പോകാറുണ്ട്, സെൽഫി എടുക്കാറുണ്ട്. ധാരാളം പേര് വിഴിഞ്ഞം പോർട്ട് വന്ന് കാണുന്ന ആ ഒരു പൊസിഷനിൽ നിന്നാണ് കാണുന്നത്. അവിടെ നിന്നുള്ള വിഷ്വലാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് ഷിപ്പിനെ സൂം ചെയ്ത് കാണാൻ സാധിക്കും. തൊട്ട് മുന്നേ നമ്മൾ പോർട്ടിൻ്റെ സൈഡിൽ നിന്നാണെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ബൊളാട്ട് പൂൾ ടെസ്റ്റൊക്കെ നടക്കുന്ന ആ ഭാഗത്തു നിന്നാണ് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണുന്നതോടൊപ്പം ഷിപ്പ് ഇപ്പോൾ ആങ്കറിങ്ങിലാണ്. ആങ്കറേജിൻ്റെ ആ പറയുന്ന റോപ്പും നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 106.8 മീറ്റർ നീളമുള്ള ഷിപ്പ്. 17.6 മീറ്ററാണ് ഷിപ്പിൻ്റെ ബീം വരുന്നത്. മാക്സിമം ഡ്രാഫ്റ്റ് 6.5ഉം നിലവിലെ ഡ്രാഫ്റ്റ്
5.2 ഷിപ്പ് ഷാർജയിലേക്ക് പോകേണ്ട ഷിപ്പാണ് ഇപ്പോൾ നിലവിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഷിപ്പ് ഹൈലൈറ്റ് ചെയ്യേണ്ട മെയിൻ കാരണം എന്ന് പറയുന്നത് പലരും ചോദിക്കുന്ന പോർട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഞങ്ങൾക്ക് എന്താണ് ഗുണം, അതായത് സാധാരണക്കാർക്ക് എന്താണ് ഗുണം എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നു സാധാരണക്കാരൻ മുതൽ, അതായത് നമ്മളെപ്പോലെ സാധാരണക്കാർ മുതൽ ഹൈ ലെവലിൽ നിൽക്കുന്നവർക്ക് വരെ ഗുണമുള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട്. അതിന് ചെറിയൊരു ഉദാഹരണമാണ് നമ്മുടെ മുന്നിൽ ഒരാഴ്ചയായിട്ട് നിൽക്കുന്ന ഷിപ്പ്. അപ്പോൾ ഈ ഷിപ്പിന് എന്തോ ഒരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടായിട്ടാണല്ലോ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ സൈഡിൽ, എന്താണ് കംപ്ലയിൻ്റ് എന്ന് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ടാണ് ഞാനത് ഹൈലൈറ്റ് ചെയ്ത് പറയാത്തത്. എന്തോ ചെറിയൊരു കംപ്ലയിൻ്റ് ഉള്ളത് കൊണ്ടാണ് ഒരാഴ്ചയായിട്ട് നമ്മുടെ പോർട്ടിൻ്റെ സൈഡിലായിട്ട് ഇത് നിൽക്കുന്നത്. കാരണം നമ്മുടെ പോർട്ടിൻ്റെ സൈഡിൽ നിൽക്കാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈസ്റ്റ് വെസ്റ്റ് സീ റൂട്ടിൻ്റെ 10 നോട്ടിക് മൈൽ അകലെയുള്ള പോർട്ടാണ് നമ്മുടെ പോർട്ട്. അതിനാൽ നമ്മുടെ പോർട്ടിലേക്ക് വന്നു നിൽക്കുന്നു. ഇത് മാത്രമല്ല, ഈ സമയത്ത് തന്നെ നമ്മുടെ പോർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫീഡർ ബസ്സിൽ കണ്ടെയ്നർ ലോഡ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. നമ്മൾ വന്ന ആ പൊസിഷനിലല്ല, നമ്മൾ ആ വിഷ്വൽ കൂടി എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. കാരണം വന്ന സമയത്ത് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു ഈ ഫീഡർ ബസ്സിലേക്ക് കണ്ടെയ്നർ മൂവ്മെൻറ്റ് നടക്കുന്നത് കാണാൻ സാധിച്ചു. നമ്മുടെ സബ്ജക്റ്റ് അതല്ല. അപ്പോൾ എങ്ങനെ നമുക്ക് ജോലി കിട്ടും എന്നൊരു ചോദ്യത്തിനുള്ള മറുപടിയാണ് സാധാരണക്കാർക്കുൾപ്പെടെ എന്നുകൂടി ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ ഇതേപോലുള്ള ഷിപ്പുകൾ പുറത്ത് നിൽക്കുമ്പോൾ എന്ത് കംപ്ലയിൻ്റ് ആയാലും, ഇപ്പോൾ മെക്കാനിക്കൽ അല്ല ഇലക്ട്രിക്, ഇപ്പോൾ ഒരു ഷിപ്പിന് നമുക്കറിയാം പല എക്യുപ്മെൻറ്റ്സ് നമുക്കറിയാം. മെക്കാനിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. കാരണം ഇതിൽ റഡാറുണ്ട്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട്, ഫ്യുവലുണ്ട്, ജനറേറ്റർ ഉണ്ട്. എല്ലാ എക്യുപ്മെൻറ്റ്സും ചേർന്നിട്ട് ഒരേപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് കപ്പൽ മുന്നോട്ട് പോകുന്നത് നമുക്ക് സാധാരണ എല്ലാവർക്കും അറിയാവുന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് എല്ലാം A to Z എല്ലാം ഉണ്ടെങ്കിൽ, പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു പോർട്ടിലേക്ക് കപ്പലിന് പ്രവേശിക്കാനും സാധിക്കുകയുള്ളൂ, നമ്മൾ കടലിലൂടെ യാത്ര ചെയ്യാനും സാധിക്കുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിനെന്തെങ്കിലും ഡാമേജ് വരുവാണെങ്കിൽ ആ ഒരു ഡാമേജ് പരിഹരിക്കാൻ തൊട്ടടുത്തുള്ള പോർട്ടിലേക്കും ആദ്യം പ്രവേശിക്കുക. അങ്ങനെ അടുത്തുള്ള പോർട്ടാണ് നമ്മുടെ പോർട്ട്. അപ്പോൾ നമുക്ക് ഇതിനുള്ള സൊല്യൂഷനായിട്ട് നമുക്ക് ചെറിയൊരു കമ്പനി, അതായത് ഈ പറയുന്ന മെക്കാനിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉള്ള കമ്പനി, അല്ലെങ്കിൽ സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ഉള്ള കമ്പനി, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൻ്റെ കമ്പനി, ഇതുപോലുള്ള ധാരാളം കമ്പനികൾ നമുക്കിവിടെ സ്ഥാപിക്കാനായി സാധിക്കും. നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം കൂടുതലുള്ള 100% വിദ്യാഭ്യാസമുള്ള ഈ പറയുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ്. കേരളത്തിൽ നിന്നാണ് പലരും ബിടെക്കും എംടെക്കും ഇതെല്ലാം പഠിച്ചിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ജോലി ചെയ്യുന്നു, ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും പോകുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്നവർക്കും ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായിട്ട് നമുക്ക് വിഴിഞ്ഞം പ്രൊജക്ട് സൈഡിൽ നമുക്ക് കമ്പനി തുടങ്ങാം. ഒരു കമ്പനി വന്നു കഴിഞ്ഞാൽ അപ്പോൾ ചോദിക്കും, ബിടെക്കും എംടെക്കും പഠിച്ചവർക്ക് മാത്രം ഇവിടെ ജോലി ചെയ്താൽ മതിയോ എന്ന് ചോദിക്കും. ഒരു കമ്പനി വന്നു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ആ ചുറ്റുപാടുമുള്ളവർക്ക് ഹെൽപ്പർ പോസ്റ്റ് ഉൾപ്പെടെ പലർക്കും ഇവിടെ ജോലി കിട്ടും. അല്ലാതെ എഞ്ചിനീയേഴ്സിന് മാത്രമല്ല, എല്ലാവർക്കും ഇവിടെ ജോലി കിട്ടുമല്ലോ. അറ്റ്ലീസ്റ്റ് ഈ ഒരു കമ്പനി വരുമ്പോൾ അതിലേക്ക് ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു ഫുഡിൻ്റെ കട ഉൾപ്പെടെ ഗുണമാണ്. അതായത് ഏറ്റവും താഴെത്തട്ടിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഞാൻ ഈ പറയുന്നത് നമ്മളെ ഈ സ്ട്രീറ്റിലൊക്കെ കപ്പലണ്ടി വിറ്റുകൊണ്ട് പോകില്ലേ, അവർക്ക് വരെ ഗുണമാണ്. അവിടെ തൊട്ട് 5 സ്റ്റാർ ഹോട്ടൽ വരെ ഗുണമുള്ളൊരു പ്രോജക്റ്റാണ് നമ്മുടെ പ്രോജക്റ്റ്. ഏത് രീതിയിലൂടെയും നമുക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ കപ്പൽ വന്നപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ കാരണം, ഇങ്ങനൊരു കപ്പൽ റിപ്പയറിങ്ങിന് വന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ ഓയിൽ ഫിൽറ്റർ വരാം, അല്ലെങ്കിൽ നമ്മുടെ റഡാറിൻ്റെ എന്തെങ്കിലും വരാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് വരാം, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ചെറിയ എന്തെങ്കിലും ഒരു പോർഷനിൽ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു കമ്പനി തീർച്ചയായിട്ടും എല്ലാ പോർട്ടിൻ്റെ സൈഡിലുമുണ്ട്. പക്ഷേ നമ്മുടെ ഈ പോർട്ട് ഇന്ത്യയിലെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബാണ്. മദർ ഷിപ്പുകൾ വരുന്നതോടൊപ്പം ധാരാളം ഫീഡർ ബസ്സിലും വരുന്ന പോർട്ടുകളാണ്. ഇന്ത്യയിലെ മറ്റു പോർട്ടുകളെ പോലെ അല്ല. അപ്പോൾ ഇവിടെ ചാൻസ് അതിൻ്റെ 100 ഇരട്ടിയാണ്. മറ്റു പോർട്ടുകളെ അപേക്ഷിച്ച് 100 ഇരട്ടി ചാൻസാണ് നമ്മുടെ ഈ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടുള്ളത്, അല്ലെങ്കിൽ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സീ പോർട്ടുള്ളത്. അപ്പോൾ ട്രിവാൻഡ്രത്തിൻ്റെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളെല്ലാം ഇതുപോലുള്ള കമ്പനികൾ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ജീവിക്കുന്നവരും കമ്പനിക്കാരും എല്ലാവർക്കും ഗുണമുള്ളൊരു പ്രോജക്റ്റ് തന്നെയാണ് നമ്മുടെ പ്രോജക്റ്റ്. അതിന് ഉദാഹരണം തന്നെയാണ് ഇതിപ്പം. ഒന്നാമത്തെ കപ്പൽ, എനിക്ക് 3ാമത്തെ 4ാമത്തെ കപ്പലാണ് എമർജൻസിക്ക് വരുന്നതും കംപ്ലൈൻറ്റ്. ഇനിയും ധാരാളം കപ്പലുകൾ തീർച്ചയായിട്ടും വരും. കാരണം ധാരാളം ഫീഡർ വെസലിലൂടെ വരണം. ഇതുപോലുള്ള ബങ്കറിങ്ങിനാണ്. ഇപ്പോൾ ബങ്കറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ചൈനയിലെ യാൻചൻ പോർട്ടിൽ നിന്നൊരു കപ്പൽ നിലവിൽ യൂറോപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഫുള്ള് ഫ്യൂവൽ നിറച്ചിട്ട് ഇവിടെ കൂടി പോകാനായി സാധിക്കില്ല. കാരണം അങ്ങനെ നിറച്ച് കഴിഞ്ഞാൽ ഡ്രാഫ്റ്റ് കൂടി കഴിഞ്ഞാൽ അത്രയും കണ്ടെയ്നർ നമുക്ക് ലോഡ് ചെയ്യാനായി സാധിക്കില്ല. അപ്പോൾ അവിടെ നിന്ന് ഫ്യൂവൽ കുറച്ചതിന് ശേഷം നമുക്ക് വിഴിഞ്ഞം പോർട്ടിൻ്റെ സൈഡിൽ ബങ്കറിങ് ചെയ്യേണ്ട ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിലൂടെ വരുമാനം നേടിയെടുക്കാനായി സാധിക്കും. കാരണം അങ്ങനെയായിരിക്കും കപ്പലുകളെല്ലാം പോകാൻ ചാൻസ് വളരെ കൂടുതൽ. എനിക്ക് തോന്നുന്നു ഇപ്പം വിഴിഞ്ഞം പോർട്ടിൽ വരുന്ന പല കപ്പലുകളും, നമ്മുടെ പോർട്ടിൽ വരുന്ന പല കപ്പലുകളും കൊളംബോ പോർട്ടിൽ പോയി ബങ്കറിങ് നടത്തുന്നുണ്ട്. ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞുള്ളൂ. നമുക്ക് ഇപ്പം ബങ്കറിങ് നമ്മളവിടെ ഇല്ല, ഇനി ഫ്യൂച്ചറിൽ ഉറപ്പായിട്ട് വരും. ഇതുപോലുള്ള ധാരാളം ചാൻസുകളാണ് നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പലപ്പോഴും ഞാൻ ഈ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഗേറ്റ് വേ തന്നെയാണ്
നമ്മുടെ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ സീപോർട്ട് എന്ന് പറയുമ്പോൾ സാധാരണക്കാർ കൂടി ഗുണം നൽകുന്ന പ്രൊജക്റ്റ് തന്നെയാണ് നമ്മുടെ പ്രൊജക്റ്റ്. അതിന് ഉദാഹരണമാണ് ഇതുപോലുള്ള വേക്കൻസി. ഇതുപോലുള്ള ധാരാളം വേക്കൻസി ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് ഒരു കപ്പൽ വന്നതുകൊണ്ട് അത് ഹൈലൈറ്റ് ചെയ്ത് മനസ്സിലാവുന്ന രീതിയിൽ ഒരു വേക്കൻസി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന ധാരാളം കണ്ടെയ്നറാണ് നമ്മളിവിടെ ഉള്ളത്. ഈ കണ്ടെയ്നർ ഗേറ്റ് വേ ആയിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കപ്പൽ വന്നു കഴിഞ്ഞാൽ നിലവിൽ എത്ര കണ്ടെയ്നർ ഇപ്പോൾ 24,000 TEU ഉള്ള കണ്ടെയ്നർ വന്ന് അറ്റ്ലീസ്റ്റ് 1000 ലോറി എങ്കിലും പുറത്തിറങ്ങും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5000 ലോറി പുറത്തിറങ്ങും. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അവരവിടെ ഈ പറയുന്ന ആ യാർഡ് വേണം. ഈ കണ്ടെയ്നർ എന്തെങ്കിലും ചെറിയ ഡാമേജ് വന്നാൽ അതിന് വെൽഡിങ് മെഷീൻ വേണം. എന്തോരം വേക്കൻസിയാണ് നമ്മുടെ മുന്നിൽ വിശാലമായിട്ട് തുറന്നെടുക്കുന്നത്. നമുക്കത് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഓരോ ആൾക്കാർക്കും, ഓരോ വ്യക്തിക്കും, ഓരോ ഫാമിലിക്കും നമ്മുടെ പ്രൊജക്റ്റ് കൊണ്ട് ഗുണം തന്നെ ഉണ്ടാകും. ഒരിക്കലും ദോഷമുണ്ടാവില്ല. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ എപ്പോഴും ലക്ഷ്യമിടുന്നത്. ഫ്രണ്ട്സ്, ഈ വീഡിയോ കാണുന്നവർ പോർട്ട് റിലേറ്റഡായിട്ടുള്ള എന്തൊക്കെ ജോലികൾ അല്ലെങ്കിൽ എന്തൊക്കെ ജോബ് സാധാരണക്കാർക്കും ചെയ്യാൻ സാധിക്കും എന്ന് കമൻറ്റ് രൂപത്തിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതെല്ലാവർക്കും ഒരു ഗുണം തന്നെയായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും, അതായത് പോർട്ട് റിലേറ്റഡ് ഇടുന്ന ഓരോ വീഡിയോയും ആദ്യം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.